ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ദേഷ്യം കടിച്ചമർത്തുന്ന ആളുകളെ പ്രത്യേകമായി വിളിച്ച് ആദരിക്കുന്നുണ്ട്. മൻ കലമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു ദഅാഹു അല്ലാഹു അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമah ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂറിൽ ഐനി മാ ഷാ. അല്ലാഹു തആല ഹൂറുൽ ഈനുകളെ കൊണ്ട് വലിയ നിഅമത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവം നബി തങ്ങൾ പറയുന്നത് മൻ കലമ ഗൈളൻ, ദേഷ്യം അടക്കി പിടിച്ച ആളാണ്. ഒരാളിങ്ങോട്ട് മോശമായി പെരുമാറിയാൽ അയാളോട് തിരിച്ചു മോശമായിട്ട് പെരുമാറാൻ നമ്മുടെ ശരീരം പറയുന്നു, നമ്മുടെ പിശാച് പറയുന്നു. ഇതിനാരുടെയും ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി എന്റെ റിയാക്ഷൻ ഇൻസ്റ്റന്റ്ലി അവിടെ നടക്കും, അല്ലേ? പക്ഷേ തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ ഗുണം നടക്കുന്നത് നമ്മുടെ ദേഷ്യം നമ്മൾ കടിച്ചമർത്തി എന്നാണ്. പടച്ചോനെ, പിശാച് മനുഷ്യനെ കൊണ്ട് പന്ത് പോലെ തട്ടിക്കളിക്കുന്നത് മനുഷ്യൻ വഹുവ ഗളബാൻ, ഒരു മനുഷ്യൻ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെയൊക്കെ പ്രകൃതവും നമ്മുടെ സ്വഭാവമൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട. ശരിക്കാണ് ദേഷ്യം പിടിച്ചാൽ എന്താ നമ്മുടെ കോലം, അതാ നമ്മുടെ ശരിയായ കോലം. ഇതൊക്കെ ഏകദേശ ചില അഡ്ജസ്റ്റ്മെന്റുകളാണ്. മനുഷ്യന്റെ ശരിയായ പ്രകൃതം മനുഷ്യന് ദേഷ്യം പിടിക്കുമ്പോൾ എന്ത് പെരുമാറുന്നു, എന്ത് പറയുന്നു, എന്ത് വിളിച്ചു പറയുന്നു, അവിടെ കൺട്രോൾ ഇല്ലാത്തവൻ ജീവിതത്തിൽ അവന്റെ ഒരു ഇമോഷൻസിനും കൺട്രോൾ ഉണ്ടാവില്ല. അവന് സ്വന്തത്തെ ഭരിക്കാൻ കഴിയില്ല. ഏറ്റവും നല്ല ശക്തിമാൻ ആരാണെന്നാ പറഞ്ഞത്? നല്ല മസിലുള്ള ആളുകളാണോ? നമുക്ക് ജിമ്മിലൊക്കെ പോയിട്ടൊക്കെ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞ ആവേശത്തോടു കൂടെ എത്ര വലുപ്പുള്ള കയ്യപ്പെട്ടിട്ട് നടക്കുന്നുണ്ടല്ലേ? കണ്ടോ എന്റെ മസിലൊക്കെ, ഞാൻ ഭയങ്കര ഫിറ്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ തങ്ങൾ പറഞ്ഞ് ലൈസ ശദീദു ബിസ്സുറഅ, ഒരാളെ പിടിച്ചിട്ട് റസ്ൽ ചെയ്യാൻ പറ്റുന്ന ഇതൊന്നും അല്ല ശക്തിമാൻ എന്ന് പറയുന്നത്. വലാകിന്നല്ലദീ യഖ്ലിമു ഗൈളഹു ഇൻദൽ ഗളബ്, ദേഷ്യം വന്നാൽ സ്വന്തത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവനാണ് ശക്തിമാൻ. ദേഷ്യം വന്നാൽ അത് ഒന്നും മിണ്ടില്ല, നാവടക്കി പിടിക്കുന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുക്ക് വിധി പറയാൻ വരുന്ന സമയത്ത് ഏതെങ്കിലും ചില പ്രശ്നങ്ങളിൽ ഇടപെട്ട്, ദീനിന്റെ വിഷയമാണ്, അതിൽ ദേഷ്യപ്പെടും. ദീനിന്റെ വിഷയത്തിൽ ദേഷ്യപ്പെടണം, അല്ലേ? അള്ളാഹുവിന് വേണ്ടി ദേഷ്യപ്പെടുകയും അള്ളാഹുവിന് വേണ്ടി കോപിക്കുകയും ചെയ്യണം. അത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. എങ്ങാനും അലി റളിയല്ലാഹു അൻഹു ഒരു വിഷയത്തിൽ ദേഷ്യം പിടിച്ച അവസരത്തിലാണ് ഒരു വിധി പറയേണ്ട അവസ്ഥ വന്നതെങ്കിൽ ബഹുമാനപ്പെട്ടവർ പറയും, ഞാനിപ്പോൾ വിധി പറയുന്നില്ല, ഞാനിതിനെ അല്പസമയത്തേക്ക് നീട്ടിവെക്കുകയാണ്. എങ്ങാനും ഞാൻ പറഞ്ഞാൽ ഈ വിധിന്യായത്തിൽ എന്റെ ദേഷ്യത്തിന്റെ ഒരംശം കലർന്നു പോവുകയും അതുകൊണ്ട് യഥാർത്ഥ നീതി അതിന്റെ ആൾക്ക് ലഭിക്കാതെ പോവുകയും ചെയ്തേക്കാം. അതുകൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ദേഷ്യം കൺട്രോൾ ചെയ്യുന്നവനാണ് മുഅ്മിനായ മനുഷ്യൻ. അല്ലാത്തത് മൃഗത്തിന്റെ സ്വഭാവമല്ലേ? ഒരു മൃഗത്തെ നിങ്ങളൊന്ന് അടിച്ചു നോക്കൂ, ഒന്ന് കുത്തി നോക്കൂ, അത് ഇങ്ങോട്ട് പ്രതികരിക്കും. അത് ജീവജാലങ്ങളുടെ പ്രകൃതമാണ്. ഈ പ്രകൃതത്തിൽ നിന്ന് മുഅ്മിനായി മാറ്റിയെടുക്കാനാ അള്ളാഹു നമുക്ക് ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തരുന്നത്. മൻ യക്ലിമു ഗൈളഹു ഇൻദൽ ഗളബ്. അതുകൊണ്ടാണ് മുഅ്മിനായ മനുഷ്യരിൽ ഏറ്റവും നല്ലവൻ ആരാണ്? അഹ്സനുക്കും ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി, ലേ അഹ്സനുക്കും അഹ്സനുക്കും അഖ്ലാഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഹദീസിൽ പറയുന്നു, ഏറ്റവും നല്ല സ്വഭാവക്കാരൻ ആരാണ്? നിങ്ങളിൽ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. സ്വന്തം കുടുംബത്തോട് നന്നായി പെരുമാറുന്നവൻ, അതാണ് ശരിയായ സ്വഭാവം. നമ്മളിങ്ങനെ ആലോചിക്കണം. നമ്മൾ വീടിന്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഡീസന്റാണ്. വീട്ടിൽ ഇറങ്ങിച്ചെന്നാൽ, വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്? നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്? നമ്മളവിടെ നല്ല ഒരു വീട്ടുകാരനാണോ? നമ്മുടെ ദേഷ്യം നമ്മൾ അടക്കി പിടിക്കുന്നുണ്ടോ? ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടുകാരോട് ദേഷ്യപ്പെടില്ല വേണ്ടത്. ഈ ജോലിന്റെ ടെൻഷൻ അതൊന്നും ഇവിടെ കാണിക്കണ്ട. ഇവരത് നിരപരാധികളാണ്, ഇന്നസെൻസ്, they don't deserve it. എന്തിനാ അവരോട് കാണിക്കേണ്ട ആവശ്യം? അവരതൊന്നും അറിയുന്നില്ലല്ലോ. നമ്മുടെ പ്രകൃതം ഏറ്റവും നന്നായി നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ ഭാര്യയോട്, മക്കളോട് അത് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സൽസ്വഭാവം എന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? അവിടെയാണ് നമ്മൾ നമ്മെ കൺട്രോൾ ചെയ്യുന്നത്.
അവിടെയാണ് നമ്മുടെ ദേശത്തെ നമ്മൾ അടക്കിപ്പിടിക്കുന്നത്. അവിടെയാണ് നമ്മൾ സ്വതസിദ്ധമായ ഒരു പ്രകൃതം ഉണ്ടാക്കിയെടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. വഅന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ നിങ്ങളിൽ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ ഞാനാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ദേഷ്യം വരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, ജീവിതത്തിൽ ഉണ്ടാകും. അവിടെയൊക്കെയും ഈ രീതിയിൽ നമ്മൾ പ്രതികരിക്കുക. സൂറത്തുൽ ഫുർഖാൻ, അതുപോലെ തന്നെ സൂറത്തുൽ ഖസസ്, ഇതിലൊക്കെ അല്ലാഹു ചില നിർദ്ദേശങ്ങൾ തരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا سَمِعُوا اللَّغْوَ أَعْرَضُوا عَنْهُ وَقَالُوا لَنَا أَعْمَالُنَا وَلَكُمْ أَعْمَالُكُمْ سَلَامٌ عَلَيْكُمْ لَا نَبْتَغِي الْجَاهِلِينَ. وقالوا, അവർ പറയുന്നു, ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും, എന്തെങ്കിലും മോശമായൊരു പ്രതികരണം ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ അവർ പറയുന്നു, ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമലുകൾ, നിങ്ങൾക്ക് നിങ്ങളുടെ അമൽ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷ വരട്ടെ. ലാ നബ്തഗിൽ ജാഹിലീൻ, വിവരമില്ലാത്തവരോട് ഞങ്ങൾ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു പോകുന്നവരാണ് മുഅ്മിനീങ്ങൾ. സൂറത്തുൽ ഫുർഖാൻ, വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ വിവരമില്ലാത്തവർ എങ്ങനെയെങ്കിലും വിവരദോഷമായി പെരുമാറിയാൽ ഖാലൂ സലാമാ, അവർ പറയും ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. അവർ പറയുമെന്നല്ല, അവരവിടുന്ന് രക്ഷപ്പെട്ട് കടന്നു കളയും, അതിനോട് പ്രതികരിക്കാൻ നിൽക്കില്ല. സുബ്ഹാനല്ലാഹ്. ഇത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. തിന്മയെ നന്മ കൊണ്ടാണ് നേരിടണം. അങ്ങനെ വന്നാൽ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവ, നിങ്ങളും മറ്റാരും തമ്മിലാണോ ശത്രുതയുള്ളത്, കഅന്നഹു വലിയ്യുൻ ഹമീം, ഏറ്റവും നല്ല സുഹൃത്തായ അയാൾ മാറുന്നത് കാണാം. വളരെ സ്വീറ്റ് റിവെഞ്ച്. തങ്ങൾ പറഞ്ഞു, യാ അബാ ഹുറൈറ അലൈക ബിഹുസ്നിൽ ഖുലുഖ്, അബൂ ഹുറൈറ നിങ്ങൾക്ക് സൽസ്വഭാവം ഉണ്ടാകണം. സൽസ്വഭാവമുണ്ടല്ലോ, പിന്നെന്തേ തങ്ങൾ ഈ സൽസ്വഭാവം ഉണ്ടാകണമെന്ന് പറഞ്ഞത്? അപ്പൊ അതിന്റെ അർത്ഥം മറ്റെന്തോ ആണെന്ന് മഹാനായ സുഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുലുഖ് യാ റസൂലല്ലാഹ്, എന്താ നബിയെ ഈ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങ് ഉദ്ദേശിച്ചത് എന്താണ്? ഖാല, ഹബീബായ തങ്ങൾ പറഞ്ഞു, തസ്വിലു മൻ ഖതഅക വതുഅതി മൻ ഹറമക വതഅഫു അമ്മൻ ളലമക. 3 വിഷയങ്ങളാണ് പറഞ്ഞത്. നമ്മുടെയൊക്കെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് നമ്മളൊന്ന് ഒരു സെൽഫ് അസസ്മെന്റ്, നമ്മിലേക്ക് ഒരു ഇൻട്രോസ്പെക്ഷൻ, നമ്മളുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് നോക്കുക. അതിന് ഈ ഹദീസ് വളരെ സഹായിക്കും. എന്താണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യനെ കാണുമ്പോൾ ചിരിക്കുന്നത് കൂലിയാണ്, അല്ലെ? പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ്. 5 കാശ് ചെലവില്ലാതെ സ്വതക്ക ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ദീന ശരീഅത്തുൽ ഇസ്ലാം. ഒരു ആളോട് ചിരിച്ചാൽ കൂലിയാണ്, പടച്ചവനെ. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മുടെ ശരിയായ സ്വഭാവം എങ്ങനെ, എവിടെ, എപ്പോൾ? തസ്വിലു മൻ ഖതഅക, അബൂ ഹുറൈറ നിങ്ങളോട് ബന്ധം വിച്ഛേദിച്ച ആളോട് നിങ്ങൾ ബന്ധം ചേർക്കുക. ഇങ്ങോട്ട് മിണ്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും മിണ്ടൂല. ഇത് പറയാനിപ്പോ വലിയ മനുഷ്യനായി ജനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തസ്വിലു മൻ ഖതഅക, നമ്മൾ അള്ളാഹുവിന്റെ ഖലീഫയാകാൻ വന്നവരാ. അള്ളാഹു തആല പറയുന്ന സ്വഭാവങ്ങൾ നമ്മിലേക്ക് ഉണ്ടാകാനാണ്, അല്ലേ? തസ്വിലു മൻ, നിന്നോട് ബന്ധം വിച്ഛേദിച്ചവനോട് നീ അങ്ങോട്ട് ചെന്ന് മിണ്ട്. എത്രയോ ആളുകൾ, പിണങ്ങിക്കഴിയുന്ന കുടുംബങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ, ബിസിനസ്സിൽ ഷെയർ കൂടി തുടങ്ങിയവർ, ആജന്മ ശത്രുക്കളായി മാറിയവർ എത്ര കാണും സമൂഹത്തിൽ? എത്ര ഉണ്ട്? കൂറായിട്ട് ജോയിന്റ് ബിസിനസ് തുടങ്ങിയവരൊക്കെ പിന്നെ തെറ്റിപ്പിരിഞ്ഞ കഥകളാണ് അധികവും കണ്ടിട്ടുള്ളത്. ശത്രുക്കൾ പിന്നെ മിണ്ടുന്നില്ല, ജീവിതകാലം മുഴുവൻ എന്തോ ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാതെ. ലാ യഹില്ലു ലിമുസ്ലിമിൻ, ഒരു മുസ്ലിമായ പുരുഷനോ പെണ്ണിനോ ഹലാലല്ല അൻ യഹ്ജുറ അഖാഹുൽ മുസ്ലിം, തന്റെ മുസ്ലിമായ സഹോദരനെ, ഒരു പെണ്ണിന് തന്റെ മുസ്ലിമത്തായ സഹോദരിയോട് ഫൗക 3 അയ്യാം, 3 ദിവസത്തിലേറെ സമയം മിണ്ടാതെ കഴിയാൻ ഒരു മുസ്ലിമിനോ മുസ്ലിമത്തിനോ അല്ലാഹു ഹലാലാക്കിയിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മുടെ സാധാ ആളുകൾ,
പിന്നെ നോക്കണം ഭാര്യ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, രക്തബന്ധമുള്ള കുടുംബക്കാർ, മഹ്റമുകൾ, ഇവരോടൊക്കെയുള്ള ബന്ധം പിന്നെ എങ്ങനെയാ? സാധാരണയുള്ള ബന്ധു, സാധാരണയുള്ള സുഹൃത്ത്, അവരോട് 3 ദിവസത്തിലേറെ പറ്റില്ല. പിന്നെ മറ്റവരോട് ബിൽ ഔല എന്തായാലും പറ്റില്ല. സുബ്ഹാനല്ലാഹ്. തങ്ങൾ പറഞ്ഞു ഫതൂബാ ലഹു ഖൈറുക്കും മൻ യബ്ദഉ ബിസ്സലാം. ഇവരിൽ ഏറ്റവും നല്ലവൻ ആരാണോ ആദ്യം അങ്ങോട്ട് ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം ചൊല്ലി ബന്ധം ചേർക്കുന്നത്, അവനാണ് ഏറ്റവും നല്ല നന്മ ചെയ്തവൻ. തൂബാ ലഹു തൂബാ ലഹു തൂബാ ലഹു. ആ ഒരു നന്മ ചെയ്തതിന്റെ പേരിൽ അല്ലാഹു തആല ആയിരക്കണക്കിന് റഹ്മത്തുകൾ വരെ അയാൾക്ക് നൽകാൻ ഇത് കാരണമാണ്. തൂബാ എന്ന് 3 പ്രാവശ്യം തങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. ഒരു മെസ്സേജ് വിട്ടാൽ മതിയാവും. ചിലപ്പോ വിഷയം അത്രേ ഉണ്ടാവുള്ളൂ. കുറെ കാലമായിട്ട് മിണ്ടാത്ത ആളാണ്, ഒരു SMS പ്രശ്നം ഉണ്ടാവുള്ളൂ. സുഹൃത്തെ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്തിനാ നമ്മൾ മിണ്ടാതെ നടക്കണം? മരിച്ചു പോണ്ടേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. സുബ്ഹാനല്ലാഹ്, അത്രേ വരുള്ളൂ. ഒന്ന് ചെന്ന് സംസാരിക്കേണ്ട വിഷയം ഉണ്ടാവുള്ളൂ. പക്ഷേ അത് വൈകിപ്പിച്ച് വാശിക്ക് വാശിയായിട്ട്, വീറും വാശിയുമായിട്ട് എങ്ങോട്ടാണ് ഈ പോക്ക്? അല്ലാഹു തആലയുടെ ആഹ്വാനം, ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സനു സയ്യിഅ. ഒരാൾ നിങ്ങളോട് തിന്മ ചെയ്തു, നാണല്ലോ ബന്ധം വിച്ഛേദിച്ചു. എത്രയോ കാലം മനുഷ്യന് ഉപകാരം ചെയ്ത ഒരു മനുഷ്യൻ ഒരു ചെറിയ തിന്മ ചെയ്ത മനുഷ്യൻ പണങ്ങുന്നില്ലേ? ചിന്തിക്കുന്നുണ്ടോ? ആ ഒരു നന്മയുടെയും തിന്മയുടെയും പ്രപ്പോർഷൻ ആലോചിക്കേണ്ട. എത്ര നന്മ ഇയാൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്, എത്ര തിന്മയെ ഇയാളിലുള്ളൂ, അതെനിക്ക് മാപ്പാക്കി കൊടുത്തുകൂടെ? അങ്ങനെ ചിന്തിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? കുടുംബ പ്രശ്നം പിന്നെ ഉണ്ടോ? മാതാപിതാക്കളും മക്കളും തമ്മിൽ പിന്നെ പ്രശ്നത്തിന്റെ ആവശ്യമുണ്ടോ? സുഹൃത്തുക്കൾ പണങ്ങേണ്ട കാര്യമുണ്ടോ? അബൂ ഹുറൈറ തസ്ലുമൻ ഖതഅക്. ആര് അങ്ങയോട് ബന്ധം വിച്ഛേദിക്കുന്നുണ്ടോ അവരോട് അങ്ങ് ചെന്ന് ബന്ധം പുലർത്തുക. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്നു.